ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ബീസ് ടൈം. ഞാനൊരു കപ്പ് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ഈ ഒരു കപ്പ് കേക്ക് ഞാൻ തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബൗളുണ്ട്, അതിന് മേലെ അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദയിലേക്ക് 4 മുട്ട എന്ന കണക്കിലാണ് ഞാനിവിടെ മുട്ട എടുത്തിട്ടുള്ളത്. മുട്ട എടുക്കുമ്പോൾ തണുത്ത മുട്ട എടുക്കരുത്. കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാറിയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. 2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇഷ്ടപ്പെടുന്നവർ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇനി ബേക്കിംഗ് ചെയ്യാം. ഞാനിവിടെ നോർമൽ ബേക്കിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇറക്കി വെച്ചിട്ടാണ് ബേക്കിംഗ് ചെയ്തെടുക്കുന്നത്.
ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.